ലെബനൻ താഴ്വരകളെ സാക്ഷിയാക്കി യാക്കോബായ സുറിയാനി സഭയ്ക്ക് പുതിയ കാതോലിക്ക. സഭയെ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ ഇനി നയിക്കും. അന്ത്യോക്യ സിംഹാസന പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുമെന്ന് സഭയോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ച് ശ്രേഷ്ഠ കാതോലിക്ക ബാവ വ്യക്തമാക്കി. യാക്കോബായ സുറിയാനി സഭയ്ക്ക് പുതിയ യുഗം. അച്ചാനയിലെ പാത്രിയർക്ക അരമനയോട് ചേർന്നുള്ള സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ മൊറാൻമോർ ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ പാത്രിയർക്കീസ് ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിലാണ് യാക്കോബായ സഭയുടെ അമരത്തേക്ക് ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയെ വാഴിച്ചത്. യാക്കോബായ സുറിയാനി സഭയെ ഇനി ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ നയിക്കും. കാലം ചെയ്ത ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ ആഗ്രഹത്തിന് വിശ്വാസി സമൂഹത്തെ സാക്ഷിയാക്കി ദേവദാരുക്കളുടെ നാട്ടിൽ പൂർണ്ണ സാക്ഷാത്കാരം. സഭയുടെ 81ാമത് കാതോലിക്കയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത വാഴിക്കപ്പെട്ടപ്പോൾ അച്ചാനയിലെ മലനിരകളും കാതോർത്തു. To celebrate the consecration and installation of our brother Mor Gregorios Joseph as the new Mafriono Catholicos of our Syriac Orthodox Church in India. കാതോലിക്ക സ്ഥാന ചിഹ്നമായ അംശവടിയും മാലയും കൈമാറി ഇന്ത്യയുടെ ചുമതലകൾ പാത്രിയർക്കീസ് ബാവ പുതിയ കാതോലിക്കയെ ഏൽപ്പിച്ചു. അന്തോക്യൻ സിംഹാസനത്തോട് ബഹുമാനവും വിധേയത്വവും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ സ്ഥാനമേറ്റത്. None of the other disciples have established any similar throne anywhere in the world, and that Your Holiness is the legitimate successor of Saint Peter on that holy throne established by him. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘങ്ങളും ബാവയ്ക്ക് ആശംസകൾ നേർന്നു. അഭിവന്യനായ ഗ്രിഗോറിയസ് തിരുമേനി അഭിഷിക്തനാകുന്ന ഈ ചടങ്ങിൽ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സംഘത്തിൻ്റെ ഭാഗമായി എത്തിച്ചേരാനും അതിൽ നേരിട്ട് സംബന്ധിക്കാനും സാധിച്ചതിലേറെ സന്തോഷമുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മലയാളികളായ വിശ്വാസികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ബാവയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഞായറാഴ്ച വൈകിട്ട് കേരളത്തിൽ തിരിച്ചെത്തുന്ന ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് യാക്കോബായ സഭയുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകും. സഭ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയർക്ക സെൻട്രലിനോട് ചേർന്നുള്ള അത്തനേഷ്യസ് കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണം. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യാതിഥിയാകും. സംഘാടക മികവിനൊപ്പം സൗമ്യത മുഖമുദ്രയാക്കിയും സമന്വയത്തിന്റെ ശൈലി പിന്തുടർന്നും വ്യക്തമായ ദർശനത്തോടും കൂടിയാണ് പുതിയ സ്ഥാനത്തേക്ക് ജോസഫ് കാതോലിക്ക ബാവ എത്തുന്നത്. 1 നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള സഭാ തർക്കം രൂക്ഷമാകുന്നതിനിടയിലാണ് യാക്കോബായ സഭയുടെ അമരത്തേക്ക് ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ എത്തുന്നത്. തന്റെ പരിചയസമ്പന്നത ഈ തർക്കങ്ങൾക്കുള്ള പ്രശ്നപരിഹാരത്തിനും ശാശ്വത സമാധാനത്തിനും വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് യാക്കോബായ സഭാ നേതൃത്വവും വിശ്വാസികളും. അച്ചാനയിലെ പാത്രിയർക്ക അരമനയോട് ചേർന്നുള്ള സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ നിന്നും ഗീസ് പീറ്റർ, 24.